നമസ്കാരം. ഓം 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 സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം മഹാദേവ്യൈ നമഃ. ശ്രീമദ്ദേവി ഭാഗവതം പ്രഥമസ്കന്ധം അധ്യായം 19. ശ്രീശുകൻ പിന്നെയും ഓരോ സംശയങ്ങൾ ജനക മഹാരാജാവിനോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ജനക മഹാരാജാവ് പോലും ജീവൻ മുക്തനല്ലെന്ന് ശുകൻ സമർത്ഥിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മനസ്സിലും ഈ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരുടെയും ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും എല്ലാം ഉണ്ട്. പിന്നെ എങ്ങനെയാണ് അദ്ദേഹം മുക്തനായി തീരുന്നത്? അങ്ങയുടെ മനസ്സിൽ പല ആഗ്രഹങ്ങളും തിങ്ങി നിറഞ്ഞ് ചിന്തിക്കുന്നുണ്ട്. ചിന്തയ്ക്ക് ഏകാഗ്രത ഇല്ല. ചിലപ്പോൾ ശത്രുവിനെക്കുറിച്ചുള്ള ചിന്ത, ചിലപ്പോൾ ധനത്തെക്കുറിച്ചുള്ള ചിന്ത, ചിലപ്പോൾ യുദ്ധത്തെക്കുറിച്ചുള്ള ചിന്ത, ഇങ്ങനെയുള്ള പല ചിന്തകളും രാജാവിൻ്റെ മനസ്സിലും ഉണ്ട്. ആഹാരത്തിൽ വളരെയധികം മിതത്വം പാലിക്കുന്നവർ പോലും അസത്യമാണെന്ന അറിവുണ്ടായിട്ടും പ്രാപഞ്ചിക വിഷയങ്ങളിൽ മോഹിച്ചു പോകുന്നു. പിന്നെ എങ്ങനെയാണ് അവിടുന്ന് അതിലൊന്നും മോഹിക്കാതെ ഇരിക്കുന്നത്? ഇതൊക്കെ കാപട്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നിട്ടൊരു ഉദാഹരണം പറയുന്നു. വളരെ കോപിഷ്ഠനാണെങ്കിലും പേര് വിദ്യാധരൻ എന്നാണ് ഒരാളുടേത്. അതുപോലെ ജന്മന അന്ധനാണെങ്കിലും ദിവാകരൻ എന്നാണ് വേറൊരാളുടെ പേര്. വളരെ ദരിദ്രനാണെങ്കിലും ലക്ഷ്മീധരൻ എന്ന് വേറൊരാളുടെ പേര്. ഇതൊക്കെ എത്ര അർത്ഥശൂന്യമാണ്! അതുപോലെ അല്ലയോ അങ്ങയുടെ ഈ ഓരോ ഉപദേശങ്ങളും എന്ന് ശുകൻ സംശയിക്കുന്നു. ഇനി അടുത്ത ശ്ലോകങ്ങളിൽ എന്താണ് പ്രതിപാദിക്കുന്നതെന്ന് നോക്കാം. ശ്ലോകം 20. തവ വംശോദ്ഭവായേ യേ ശ്രുതാ പൂർവേ മയാ നൃപാഃ വിദേഹ ഇതി വിഖ്യാത നാമത കർമ്മതോനതേ. അങ്ങയുടെ വംശത്തിൽ ജനിച്ചവരായി ഞാൻ കേട്ടിട്ടുള്ള രാജാക്കന്മാരെല്ലാം വിദേഹനാമത്താൽ വിഖ്യാതരായിരിക്കുന്നു. ആരും കർമ്മം കൊണ്ട് വിദേഹർ ആയിരുന്നില്ല. ശ്ലോകം 21. നിമിനാമാ ഭവദ്രാജ പൂർവം തവ കുലേ നൃപ യജ്ഞാർത്ഥം സതു രാജർഷിർ വസിഷ്ഠം സ്വഗുരും മുനിം. രാജാവേ, അങ്ങയുടെ വംശത്തിൽ പണ്ട് നിമി എന്നു പേരുള്ള ഒരു രാജാവ് ഉണ്ടായിരുന്നു. ആ രാജർഷി യജ്ഞം നടത്താൻ വേണ്ടി തൻ്റെ കുലഗുരുവായ വസിഷ്ഠ മഹർഷിയെ ക്ഷണിച്ചു. ശ്ലോകം 22. നിമന്ത്രയാമാസ തദാ തമുവാച നൃപം മുനിഃ നിർമന്ത്രിതോസ്മി യജ്ഞാർത്ഥം ദേവേന്ദ്രേണാധുനാ കില. അപ്പോൾ ആ രാജാവോട് മഹർഷി പറഞ്ഞു, ദേവേന്ദ്രൻ എന്നെ ഇപ്പോൾ യജ്ഞം നടത്തുന്നതിനു വേണ്ടി ക്ഷണിച്ചിരിക്കുകയാണല്ലോ. ശ്ലോകം 23. കൃത്വാ തസ്യ മുഖം പൂർണ്ണം കരിഷ്യാമി തവാപി വൈ താവത് കുരുഷ്വ രാജേന്ദ്ര സംഭാരം തു ശനൈഹൈ. അദ്ദേഹത്തിൻ്റെ യാഗം പൂർത്തിയാക്കിയ ശേഷം അങ്ങയുടേതും നടത്താം. അപ്പോഴേക്കും യാഗത്തിനു വേണ്ട ഓരോന്നും സാവകാശം സംഭരിച്ചാലും. ശ്ലോകം 24. ഇത്യുക്ത്വാ നിര്യയൗ സോധ മഹേന്ദ്ര യജനേ മുനിഃ നിമിരന്യം ഗുരും കൃത്വാ ചകാര മഖമുത്തമം. എന്ന് പറഞ്ഞിട്ട് ദേവേന്ദ്രൻ്റെ യാഗം നടത്തുന്നതിനു വേണ്ടി വസിഷ്ഠ മഹർഷി യാത്രയായി. നിമി മറ്റൊരാളെ ഗുരുവാക്കിക്കൊണ്ട് ഉത്തമമായ ഒരു യാഗം നടത്തി. ശ്ലോകം 25.
തച്ഛ്രുത്വാ കുപിതോത്യർത്ഥം വസിഷ്ഠോ നൃപതിം പുനഃ ശശാപ ച പദത്വദ്യ ദേഹസ്ഥേ ഗുരുലോപക. അത് കേട്ട് അത്യന്തം കോപിച്ച വസിഷ്ഠൻ ഉടനെ രാജാവിനെ ഇങ്ങനെ ശപിക്കുകയും ചെയ്തു: ഗുരുനിന്ദക, നിന്റെ ദേഹം ഇപ്പോൾ തന്നെ വീണുപോകട്ടെ. ശ്ലോകം 26. രാജാപിതം ശശാപാധ തവാപി ച പദത്വയം അന്യോന്യശാപാത്പതിതൗ താവേവ ച മയാ ശ്രുതം. രാജാവ് അദ്ദേഹത്തെയും തിരിച്ച് ശപിച്ചു: അങ്ങയുടെ ഈ ദേഹവും വീണുപോകട്ടെ. അങ്ങനെ അന്യോന്യശാപത്താൽ ഇരുവരും മരിച്ചെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ശ്ലോകം 27. വിദേഹേന ച രാജേന്ദ്ര കഥം ശപ്തോ ഗുരുസ്വയം വിനോദ ഇവ മേ ചിത്തേ വിഭാതി നൃപസത്തമാം. രാജാവേ, വിദേഹൻ എങ്ങനെ ഗുരുവിനെ ശപിച്ചു? ഇതൊരു നേരം പോക്കായിട്ടാണ് എനിക്ക് തോന്നുന്നത്. 27 ശ്ലോകങ്ങളാണ് പാരായണം ചെയ്തത് 19-ാം സർഗത്തിൽ 19-ാം അധ്യായത്തിൽ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.